വെറുതെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിൽ വീഡിയോസ് കാണാമെന്ന് വിചാരിച്ചത്. യൂട്യൂബിൽ കയറി കഴിഞ്ഞപ്പോൾ റെക്കമെൻഡഡ് വീഡിയോസിൽ ടെലിഗ്രാം ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നൊരു വീഡിയോ ഞാൻ കണ്ടു. ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കിതൊരു കണ്ടന്റ് ആക്കിക്കൂടാ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ബുക്ക് എടുത്തു, പേൻ എടുത്തു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം എഴുതിയെടുത്തു. ആൻഡ് ഹലോ ഗൈസ്, ഞാൻ അജിത്ത്, യു ആർ വാച്ചിങ് ടോട്ട്. നമ്മളെല്ലാവരും മെസ്സേജസിന് റിയാക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇമോജീസ് യൂസ് ചെയ്യാറുണ്ട്. വാട്സാപ്പിലെല്ലാം നോർമൽ ടൈപ്പ് ഓഫ് ഇമോജീസാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ടെലിഗ്രാമിൽ നമുക്ക് അവിടെ ആനിമേറ്റഡ് ആയിട്ടുള്ള ഇമോജീസാണ് കിട്ടുക. എല്ലാ ടൈപ്പ് ഇമോജീസും ഇതേപോലെ ആനിമേറ്റഡ് ഒന്നല്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ കോമൺ ഇമോജീസ് എല്ലാതും നമുക്ക് ആനിമേറ്റഡ് ആണ്, വിച്ച് ഇസ് സൂപ്പർ കൂൾ. അതുമാത്രമല്ല, എല്ലാവർക്കും സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. ടെലിഗ്രാമിൽ നമുക്ക് പലതരത്തിലുള്ള സ്റ്റിക്കർ പാക്കേജസ് അവൈലബിൾ ആണ്. ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതെ തന്നെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റും. ഓൾസോ ഈ സ്റ്റിക്കേഴ്സിൻ്റെ പ്രിവ്യൂ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഹോൾഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിക്കറിൻ്റെ ആനിമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് ഒരു സ്റ്റിക്കറിലേക്ക് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നെക്സ്റ്റ് സ്റ്റിക്കേഴ്സിൻ്റെ ആനിമേഷനും നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്റ്റിക്കിൻ്റെ മേലെ നമ്മൾ കുറച്ച് കൂടുതൽ നേരം ഹോൾഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പോപ്പപ്പ് വരുന്നത് കാണാൻ സാധിക്കും. ആൻഡ് ഈ ഒരു പോപ്പപ്പിൽ നമുക്ക് ഈ ഒരു സ്റ്റിക്കറിനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ സാധിക്കും ഫോർ എ സ്പെസിഫിക് ഡേറ്റ്. സോ ഷെഡ്യൂൾഡ് മെസ്സേജസ് ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ ഷെഡ്യൂൾഡ് സ്റ്റിക്കേഴ്സും നമ്മൾ ആഡ് ചെയ്തതൊക്കെ കാണാൻ സാധിക്കും. ആൻഡ് ഇൻ ചാറ്റ് നമുക്ക് അറ്റ് ദ ബോട്ടം നമുക്കൊരു കലണ്ടർ ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു കലണ്ടർ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള മെസ്സേജസും അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കും. എല്ലാ ഷെഡ്യൂൾഡ് മെസ്സേജസ് സെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കലണ്ടർ ഐക്കൺ നമുക്ക് ആ ചാറ്റിൽ അവൈലബിൾ ആകില്ല. ടെലിഗ്രാമിൽ മീഡിയ ഫയൽസ് സെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇതേപോലെ തന്നെ നമുക്ക് മീഡിയ ഫയൽസിനെല്ലാം സെൽഫ് ഡിസ്ട്രക്റ്റും കൂടിയും ചെയ്യാൻ സാധിക്കും. ഇത് ടെലിഗ്രാമിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമുക്കൊരു ക്ലോക്ക് ഐക്കൺ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈം ഡ്യൂറേഷൻസ് കാണാൻ സാധിക്കും. ഇതിലൊരു ടൈം ഡ്യൂറേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നേരം ആ ഒരു മീഡിയ ഫയൽ ആ ഒരു ചാറ്റിൽ അവൈലബിൾ ആയിരിക്കും. റിസീവർ എപ്പോഴാണോ ഈ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു ടൈം തൊട്ടിട്ട് ആ ഒരു ഡ്യൂറേഷൻ ആക്റ്റീവ് ആവും. ആൻഡ് ആ ഒരു ടൈം മൊത്തം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ റിസീവറുടെ എൻഡിൽ നിന്നും അതേപോലെ തന്നെ സെൻഡറിൻ്റെ എൻഡിൽ നിന്നാണെങ്കിലും ഈ ഒരു മീഡിയ ഫയൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും, വിച്ച് ഇത് പ്രൈവറ്റ് ഡാറ്റ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഈ ഒരു ടൈപ്പ് ഡിലീഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത് നമുക്ക് ചാറ്റ് ഹിസ്റ്ററിയും ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതിനുവേണ്ടി ടോപ്പ് റൈറ്റ് കോർണറിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിയർ ഹിസ്റ്ററി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പപ്പ് മെനു നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അതിൽ കാണിച്ച ടൈം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നേരം നമുക്ക് ആ ഒരു ചാറ്റിലുള്ള ഡാറ്റകൾ അവൈലബിൾ ആയിരിക്കും. ആ ഒരു സെലക്റ്റഡ് ഡ്യൂറേഷൻ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു ചാറ്റ് ഹിസ്റ്ററി ഉണ്ടാവില്ല, അത് ടോട്ടലി വൈപ്പ് ഔട്ട് ആവും. സോ എത്ര നേരം ഈ ഒരു ചാറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കണമെന്ന് നമുക്ക് ഇതേപോലെ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാൻ സാധിക്കും. നമ്മളെല്ലാവരും ഓഡിയോ മെസ്സേജസ് അയച്ചിട്ട് വളരെയധികം ഫെമിലിയറാണ്. പക്ഷേ ടെലിഗ്രാമിൽ നമുക്ക് ഈ ഒരു ഓഡിയോ മെസ്സേജസിനെ നമുക്ക് വീഡിയോ മെസ്സേജ് ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും. ഒരു ചാറ്റ് എടുത്ത് അതിൻ്റെ ഓഡിയോ മെസ്സേജ് ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ക്യാമറ ഐക്കണായി മാറും. ആ ഒരു ക്യാമറ ഐക്കൺ നമ്മൾ എത്ര നേരം ഹോൾഡ് ഓൺ ചെയ്ത് പിടിക്കുന്നോ അത്ര നേരം വീഡിയോ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഫ്രണ്ട് ക്യാമിൽ മാത്രമല്ല ഈ ഒരു വീഡിയോ ക്യാപ്ചറിങ് നടക്കുക, അത് ബാക്ക് ക്യാമറയിലും പറ്റും. ബൈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ എഗെയിൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ഫ്രണ്ട് ക്യാമിലേക്ക് മാറും. ഇനി നല്ല ബിസി ആൾക്കാരാണെങ്കിൽ അറ്റ് ദ ടോപ്പ് നമുക്കൊരു 2x ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു 2x ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇതിൻ്റെ ഗെയിം ഫീച്ചർ. ഒരു ചാറ്റ് എടുത്തിട്ട് അതിൽ @GameBot അല്ലെങ്കിൽ @GameMe എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഗെയിംസ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഈ ഒരു ലിസ്റ്റിലുള്ള ഗെയിംസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാറ്റിലുള്ള ഫ്രണ്ടിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഈ ഒരു കോമ്പറ്റീറ്റീവ് ഗെയിംസ് കളിക്കാൻ സാധിക്കും. ഇവിടെ ലംബർ ജാക്ക് ആൻഡ് കോർസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ മേ ബി ഇത് കളിച്ച് കഴിഞ്ഞാൽ അഡിക്റ്റീവ് ആവാനും ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഫ്രണ്ട്സുകളൊപ്പം നമ്മളൊരു കോമ്പറ്റീറ്റീവ് പ്ലേ ആണ്. ഹൈ സ്കോർ ആര് കൂടുതൽ എടുക്കുന്നുള്ളൊരു ഗെയിമിങ്ങിലാവും. @GameMe നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേറെ കുറേ വെറൈറ്റീസ് ഓഫ് ഗെയിംസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഒരു വലിയൊരു ഗെയിമിംഗ് ലൈബ്രറി തന്നെ ഈ ഒരു ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടും. ഈ ഒരു ഫീച്ചർ ടെലിഗ്രാം ആപ്ലിക്കേഷൻ നമുക്ക് കൂടുതൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്ഫുൾ ആവുക. നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഫോൾഡർ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് ചാനൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ചാനൽസാണ്.
അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹോം സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അറ്റ് ദ ടോപ്പ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റം ഫോൾഡേഴ്സും കാണാൻ സാധിക്കും. സോ ഓരോ ഫോൾഡേഴ്സിലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ ചാറ്റ്സ് ആണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതൊക്കെ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. സോ ഈ ഒരു ക്രിയേറ്റ് ന്യൂ ഫോൾഡർ ഫീച്ചർ കാരണം നമുക്ക് എല്ലാ കാറ്റഗറീസും വെൽ ഓർഗനൈസ് ചെയ്തിട്ട് വെക്കാൻ സാധിക്കും. ഇതെനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ചാനൽസ്, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ഇവരെല്ലാം ഓരോ കാറ്റഗറി ചെയ്തിട്ട് വെച്ച കാരണം എനിക്ക് ഭയങ്കര റാൻഡമായിട്ടൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഒക്കെ വെൽ ഓർഗനൈസ്ഡ്, ഞാൻ പറഞ്ഞ പോലെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടും. ടെലിഗ്രാമിലുള്ള മറ്റൊരു വലിയൊരു ഫീച്ചറാണ് ഇതിൻ്റെ ചാറ്റ് കസ്റ്റമൈസേഷൻ. അതിനുവേണ്ടി ആദ്യം സെറ്റിങ്സ് എടുക്കുക ആൻഡ് ചാറ്റ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചാറ്റ് ടീംസ് കാണാൻ സാധിക്കും. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഓരോ ചാറ്റ് ടീംസും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് മെസ്സേജ് ബാർ വരെ ഡിഫറെൻറ്റ് കളേഴ്സിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. സോ ഒരു ടോട്ടൽ ഓവറോൾ ചാറ്റ് സ്ക്രീൻ വരെ നമുക്ക് ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കസ്റ്റമൈസേഷൻ്റെ ഒപ്പം നമുക്ക് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി കാണാൻ സാധിക്കും. ഈ ഒരു ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് സ്ക്രീനിൽ ആ ഒരു ഇമേജ് ആവും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ അതുമാത്രമല്ല ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ പാറ്റേൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അറ്റ് ദ ബോട്ടം നമുക്ക് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ കുറേ തരത്തിലുള്ള പാറ്റേൺസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനെ കുറേ രീതിയിൽ നമുക്ക് ചാറ്റ് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. സോ കണ്ട് മടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ തീംസ്, ഓരോ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും, വിച്ച് ഈസ് വെരി കൂൾ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ടെലിഗ്രാമിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സുകൾ. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. ഇഫ് നിങ്ങൾക്ക് ഇതെല്ലാതും അറിയണതാണെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ലൈക്ക് അടിക്കുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കെല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്. ബൈ.